നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഒരു നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് ഏത് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരോടാണ് കൂടുതൽ വശ്യത തോന്നിക്കുന്നത് എന്ന് നോക്കാം. വശ്യത എന്ന് പറയുമ്പോൾ ഈ പുരുഷന്മാരോട് കൂടുതൽ ആകർഷകത്വം തോന്നിക്കുകയോ മനസ്സിന് ഇഷ്ടപ്പെടുകയോ അഥവാ ഇവരുടെ സാമീപ്യം ഇവർക്ക് കൂടുതൽ ആശ്വാസം പകരുകയോ ചെയ്യാം. ആദ്യമായി മേടക്കൂറിൽ ജനിച്ച സ്ത്രീകളുടെ കാര്യം എടുക്കാം. മേടക്കൂറിൽ ജനിച്ച സ്ത്രീകളെന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ചിങ്ങക്കൂറിൽ ജനിച്ച പുരുഷന്മാരോട് പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. ചിങ്ങക്കൂറിൽ ജനിച്ച പുരുഷന്മാരെന്ന് പറയുമ്പോൾ മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവരാണ്. അതുകൂടാതെ ഇവർക്ക് വൃശ്ചികക്കൂറിൽ ജനിച്ച പുരുഷന്മാരോടും കൂടുതൽ ആകർഷകത്വം തോന്നിക്കുന്നു. വൃശ്ചികക്കൂറിൽ ജനിച്ച പുരുഷന്മാർ എന്ന് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിച്ചവർ, അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ എന്നിവരാണ്. രണ്ടാമതായി ഇടവക്കൂറിൽ ജനിച്ച സ്ത്രീകളുടെ കാര്യം എടുക്കാം. ഇടവക്കൂറിൽ ജനിച്ച സ്ത്രീകളെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, രോഹിണി നക്ഷത്രം, മകയിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവയാണ്. ഈ ഇടവക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് കർക്കിടകക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. അതായത് കർക്കിടകക്കൂറിൽ ജനിച്ച പുണർന്ന നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുമായി. ഇതുകൂടാതെ ഇവർക്ക് തുലാക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായും പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നുണ്ട്. തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ്. മൂന്നാമതായി മിഥുനക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക്, അതായത് മകയിരം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവയിൽ ജനിച്ച സ്ത്രീകൾക്ക് കന്നിക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നുന്നു. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്ര നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവയിൽ ജനിച്ച പുരുഷന്മാരുമായി. നാലാമതായി കർക്കിടകക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക്, അതായത് പുണർവ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് വൃശ്ചികക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുമായി. ഇവരെ കൂടാതെ കർക്കിടകക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് ധനുക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായും പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നുണ്ട്. ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി. അഞ്ചാമതായി ചിങ്ങക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക്, അതായത് മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്ര നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് തുലാക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി, അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 എന്നീ
നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. ആറാമതായി കന്നിക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക്, അതായത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുമായി പ്രത്യേക ആകർഷകത്വം ഉണ്ടായിരിക്കും. മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ മകയിരം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി. ഇവരെ കൂടാതെ കന്നിക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് മീനക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി, അതായത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം ഉണ്ടായിരിക്കും. ഏഴാമതായി തുലാക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക്, അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് കന്നിക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം ഉണ്ടായിരിക്കും. കന്നിക്കൂറിൽ ജനിച്ച പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി. കന്നിക്കൂറിൽ ജനിച്ച പുരുഷന്മാരെ കൂടാതെ തുലാക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് മകരക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായും കൂടുതൽ ആകർഷകത്വം തോന്നിക്കുന്നുണ്ട്. മകരക്കൂറിൽ ജനിച്ച ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി. എട്ടാമതായി വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് കർക്കിടകക്കൂറിൽ ജനിച്ച പുണർന്ന നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം ഉണ്ട്. ഒമ്പതാമതായി ധനുക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക്, അതായത് മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. പത്താമതായി മകരക്കൂറിൽ ജനിച്ച ഉത്രാടം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ സ്ത്രീകൾക്ക് കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. മകരക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് കുംഭക്കൂറിൽ ജനിച്ച പുരുഷന്മാരെ കൂടാതെ മേടക്കൂറിൽ ജനിച്ച പുരുഷന്മാരോടും പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നുണ്ട്. മേടക്കൂറിൽ ജനിച്ച പുരുഷന്മാരെന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി. 11ാമതായി കുംഭക്കൂറിൽ ജനിച്ച സ്ത്രീകളുടെ കാര്യം എടുക്കാം. കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവരാണ്. ഈ കുംഭക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് മേടക്കൂറിൽ ജനിച്ച അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. 12ാമതായി മീനക്കൂറിൽ ജനിച്ച, അതായത് പൂരുരുട്ടാതി നക്ഷത്രം, 4-ാം പാദം, ഉത്രട്ടാതി,
രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് മകരക്കൂറിൽ ജനിച്ച പുരുഷന്മാരുമായി, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പ്രത്യേക ആകർഷകത്വം തോന്നിക്കുന്നു. ജാതകച്ചേർച്ചയിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ ഈ വശ്യപ്പൊരുത്തം ഉണ്ടായിരിക്കുന്നത് ആ പോരായ്മകളെ പരിഹരിക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ അനുഭവങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.